ന്യൂസ് 18 പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ പലതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിലപാടുകൾ സംഘടനകൾ സ്വീകരിക്കുന്നുണ്ട്. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദം കേരളത്തിനെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറുമ്പോൾ ഇപ്പോൾ പുതിയൊരു നീക്കവുമായി സമസ്ത മുന്നോട്ട് വരുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുക്കുകയാണ് സമസ്ത. ഇപ്പോൾ സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ചാണ് ഈ കണക്കെടുപ്പ് എന്നാണ് ന്യൂസ് 18 കണ്ടെത്തിയിരിക്കുന്നത്. വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താനാണ് ശ്രമമെന്നാണ് ഇവരുടെ പ്രചാരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഉദ്യമമെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. ഗൂഗിൾ ഫോം വഴിയാണ് വിവരശേഖരണം നടത്തുന്നത്. ഈ ഗൂഗിൾ ഫോമിൻ്റെ ദൃശ്യങ്ങളടക്കം ന്യൂസ് 18 പ്രേക്ഷകർക്കായി പുറത്തുവിടുന്നുണ്ട്. സ്കൂളിൻ്റെ പേര്, സ്ഥലം, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾ അടക്കമാണ് സർവേയിൽ ശേഖരിക്കുന്നത്. വിവരശേഖരണത്തിന് ശേഷം ഇക്കാര്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്നാണ് ഇവരുടെ പ്രഖ്യാപനം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ ഫോമാണ്. ഈ ഗൂഗിൾ ഫോമിൽ സ്കൂളിൻ്റെ പേരുണ്ടാകും, ഒപ്പം ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉണ്ടാകും, സ്ഥലം എവിടെയാണ് എന്നതും കൃത്യമായി വെക്കും. ഒപ്പം ഈ കുട്ടിയുടെ എന്താണ് കുട്ടിയോട് വിവരിച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളും കൂടി അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വലിയ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്നാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കാനായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, ഇതിപ്പോൾ നമ്മൾ കുറേ നാളുകളായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഹിജാബ്. അതിൽ പള്ളുരുത്തി സ്കൂളിൻ്റെ പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ന് രാവിലെ വന്ന പുതിയ വിവരമനുസരിച്ച് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുന്നില്ല. തൽക്കാലം കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന നിലപാടാണ്. കോടതി ചില ചോദ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിനോടും ഹർജി നൽകിയവരോടൊക്കെ ചോദിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം സമസ്തയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ? രഞ്ജിത്ത്, നമുക്കറിയാം ഹിജാബ് വിഷയത്തെ തുടർന്ന് വലിയ തോതിൽ തന്നെ മുസ്ലിം സാമുദായിക സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യം ഈ വിഷയത്തിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങിയില്ലെങ്കിൽ പോലും ആ സാഹചര്യങ്ങൾ മാറിയതിനനുസരിച്ച് എല്ലാവരും തന്നെ ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇറങ്ങുന്നു. അതിനപ്പുറം ഇനി ഒരിടത്ത് ഇതേ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മഫ്ത ധരിക്കാൻ, അതായത് ഹിജാബ് ധരിക്കാൻ അനുമതിയില്ലാത്ത സ്കൂളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഈ സംഘടനകൾ കടന്നിരിക്കുന്നത്. സമസ്തയുടെ പോഷക സംഘടന SKSFന്റെ നേതാക്കളാണ് ഈ ഒരു നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. SKSFന്റെ നേതാവായ സത്താർ പന്തലൂരാണ്. അദ്ദേഹമാണ് ഫേസ്ബുക്ക് വഴി ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്ന കാര്യം ആദ്യം പങ്കുവച്ചതും തുടർന്ന് ഒരു ഗൂഗിൾ ഫോം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റിലൂടെ അറ്റാച്ച് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഈ സ്കൂളിന്റെ പേര്, സ്ഥലം, ഇതേത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പരിധിയിലാണ്, താലൂക്ക്, ജില്ല തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ കോളങ്ങളാണ് ഉള്ളത്. ഇത് ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ ഹിജാബ് അല്ലെങ്കിൽ മഫ്ത ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അവരെ തിരിച്ചറിയുവാനും അത് പരസ്യപ്പെടുത്തുവാനും അത്തരത്തിൽ ഒരു സംഘടിത നീക്കത്തിന് വഴിയൊരുക്കുവാനുമാണ് ഇപ്പോൾ ഈ ഒരു നീക്കം കൊണ്ട് ഈ സമസ്തയുടെ ഭാഗമായിട്ടുള്ള പോഷക സംഘടനകൾ ലക്ഷ്യമിടുന്നത്. സമസ്ത ഔദ്യോഗികമായിട്ടല്ല ഇത് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഔദ്യോഗികമായിട്ടല്ല, അനൗദ്യോഗികമായിട്ടുള്ള നീക്കമാണ് ഈ ഒരു തരത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവവികാസങ്ങളിൽ മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടാൻ വൈകിയെന്ന ഒരു ആക്ഷേപം പല സംഘടനകൾക്കുമുണ്ട്. പക്ഷേ അതൊരു തീവ്രമായിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായ ഒരു വർഗീയ ശക്തികൾക്ക് മുതലെടുപ്പിനുള്ള നീക്കമാകുമോ എന്ന ഘട്ടത്തിലാണ് ആദ്യം ഇടപെടാത്തത് എന്നാണ് ഇവരുടെയൊക്കെ വിശദീകരണം. പക്ഷേ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതോടെ ഇതിന്റെ ഗതി മാറുകയും മുസ്ലിം ലീഗ് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. അതിന്റെ കൂടെ ഭാഗമായിട്ട് വേണം നമ്മൾ ഇതിൽ ചേർത്ത് വായിക്കുവാൻ. ഇപ്പോൾ ഈ ഒരു നീക്കവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് സമസ്തയുടെ ഭാഗമായിട്ടുള്ള എന്നാൽ ലീഗിനോട് അത്ര ചേർന്ന് നിൽക്കാത്ത വിഭാഗക്കാരാണ് എന്നതുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയമായിട്ട് മറ്റൊരു തലത്തിലേക്ക് എത്താനുള്ള സാധ്യതയും മുന്നിൽ കണ്ടു തന്നെ വേണം ഈ ഒരു വിഷയത്തെ സമീപിക്കുവാൻ. പ്രത്യേകിച്ച് ഇതിലെ രാഷ്ട്രീയം നമുക്കറിയാം. ലീഗ് എന്തുകൊണ്ട് ഇതിൽ ആദ്യം ഇടപെട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കോൺഗ്രസും ഈ ക്രൈസ്തവ സംഘടനകളുമായുള്ള ബന്ധം UDFനെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ലീഗ് ആദ്യഘട്ടത്തിൽ ഒരല്പം പിറകിലേക്ക് നിന്നത്. അതോടൊപ്പം തന്നെ SDP അടക്കമുള്ളവരാണ് ഇതിൽ ആദ്യം മുന്നിട്ടിറങ്ങിയത്. സ്വാഭാവികമായിട്ടും ലീഗ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വൈകിയത് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗത്തിന് തന്നെ അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം വന്നു. പോഷക സംഘടനകൾക്ക്, വിദ്യാർത്ഥി സംഘടനകൾക്കും വന്നു.
ആ ഒരു ഘട്ടത്തിലാണ് ലീഗ് ശക്തമായ പ്രതികരണവുമായി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം അനുമോദ്, കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ആരാണ് എന്നുള്ളത് സഭകളാണ്. കത്തോലിക്ക സഭകളെ പോലെയുള്ള സഭകളാണ് എന്ന് സംശയമില്ല. അവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പള്ളുരുത്തി സ്കൂളിൽ മാത്രമാണ് ഒരു പ്രശ്നം ഇത്തരത്തിൽ ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹം വലിയ ചർച്ചയുമായി മുന്നോട്ട് പോവുകയും മറ്റും ചെയ്തത്. അതൊരു പരിധിവരെ അവസാനിക്കുന്ന ഘട്ടത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടാവുകയും അത് വീണ്ടും വഷളാവുകയും ഇപ്പോൾ രണ്ട് വശവും രണ്ട് വിഭാഗവും, സ്കൂൾ മാനേജ്മെന്റ് ആകട്ടെ തട്ടമിട്ട് വരുന്ന അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് വരുന്ന കുട്ടിയെ ഒരു കാരണവശാലും അവിടെ പഠിപ്പിക്കില്ല, സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുള്ള യൂണിഫോം വേണമെന്ന് കടുംപിടുത്തം പിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. മറുഭാഗത്ത് കുട്ടിയെ ആ തരത്തിൽ പഠിപ്പിക്കും, പക്ഷേ കോടതിയുടെ തീരുമാനം വരട്ടെ, കോടതി ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. നേരത്തെ കോടതിയുടെ സമാനമായ കേസുകളിലെ വിധികൾ പലതുണ്ട്. ഇത് കണക്കിലെടുത്തുള്ള തീരുമാനമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതിനിടയിലാണ് സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും SYS പോലെയുള്ള സമസ്ത സംഘടനകൾ, പോഷക സംഘടനകളുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യത്തിന് കാര്യമായി മുന്നോട്ട് പോകുന്നത് എന്ന് പ്രസക്തമാണ്. സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും സമസ്തയുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഈ പ്രഖ്യാപനം. അത് ഏത് തരത്തിൽ ഈ വിഷയത്തെ കത്തിക്കാനിടയാകും എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അനുമോദ്. തീർച്ചയായും അത് മതസാമുദായിക മുസ്ലിം സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഐക്യപ്പെടുന്നു, ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഒന്നിച്ചുള്ള നീക്കമാകുമ്പോൾ ഇവിടെ മറുവശത്ത് വരുന്നത് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ക്രൈസ്തവ സംഘടനകളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളാണെങ്കിൽ ആ മാനേജ്മെന്റുകളുടെ സ്കൂളുകളുടെ പേരുകൾ പരസ്യപ്പെടുത്തുന്നതോടെ സ്വാഭാവികമായിട്ടും ഇത് രണ്ട് ചേരിയിലേക്ക് മാറും. ക്രൈസ്തവ സംഘടനകൾക്കെതിരെ മുസ്ലിം സംഘടനകൾ എന്ന തരത്തിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടും. അത് വലിയ തോതിൽ തന്നെ ഒരു സാമുദായികമായിട്ടുള്ള ഒരു വിള്ളൽ വീഴ്ത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ നിലവിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ക്രൈസ്തവ സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ പലപ്പോഴും ഈ തീവ്ര ശക്തികളുടെ നിലപാടാണ് പല സംഘടനകളും ഉന്നയിക്കുന്നത് എന്നൊരു ആക്ഷേപം അവർ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർന്നത് തന്നെ ഒരുപക്ഷെ BJPയുടെ ഭാഗമായിട്ടുള്ളവരും രംഗത്ത് വന്നേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി പുറത്തുവിടുന്നതും ഈ സ്കൂളുകളൊക്കെ ഇസ്ലാമിക നിയമപ്രകാരം ഉള്ള വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാത്തതാണ് എന്നൊരു പ്രചാരം നടത്തുകയും ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ ഒരു ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ മുസ്ലിം സാമുദായിക സംഘടനകൾ നേരിട്ട് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നു എന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ തുടരുക. ശ്രീ മുസ്തഫ മുണ്ടുപാറ ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇപ്പോൾ പുതിയൊരു നീക്കം, അതെ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ ഒരു നീക്കം അതെന്ത് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മുടെ കേരളത്തിൽ ഇതപര്യന്തം ഇക്കാലം അത്രയും നടന്നു വരുന്ന ഒരു പൊതുവായൊരു നിലപാടുണ്ട്. വ്യത്യസ്ത മതസംഘടനകൾ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ പൊതുവായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതിന് വിഭിന്നമായി ഏതാനും ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കാസയുമായി ബന്ധപ്പെട്ട ഏതാനും ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതെയാക്കി പരസ്പരം വൈരമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഏതാനും വർഷങ്ങളായി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പൊതു സ്വഭാവമാണിത്. കാസ എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഈ കാര്യം ക്രിസ്തീയ സമുദായത്തെ മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ ഗുരുതരമാണ്. നമ്മുടെ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും സഹവർത്തിത്വത്തോട് മുന്നോട്ട് പോയ നാടാണ് നമ്മുടെ കേരളം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെയല്ല. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട് ഇല്ലാതെയായി പോകുന്ന, അല്ലെങ്കിൽ ആ നല്ല കാലം ഇല്ലാതായി പോകുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ ഈ തീവ്രവാദ സംഘടനകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇന്ന് ക്രിസ്തീയ സഹോദരങ്ങൾ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ പരസ്പരം സഹകരിച്ചു പോയ ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ആ ഒരു സഹകരണത്തെ കേവലം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വളരെ ജുഗുപ്സാവഹമായ ശ്രമം ഏതാനും ചില വിരലിലെണ്ണാവുന്ന കാസയുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദുരന്ത ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ സെന്റ് തെരേസ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം 2008 ആ സ്കൂൾ തന്നെ വിവാദത്തിനായതാണ്. ഇതിപ്പുണ്ടായ വിവാദമല്ല. അതായത് അവിടെ പഠിക്കുന്ന UKG പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് പോലും പരസ്യമായി കുരിശു വരപ്പിച്ച സാഹചര്യം വരെ ഉണ്ടായി. മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. കർശനമായി നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി.
ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്നു. ഒറ്റപ്പെട്ട ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ രീതി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഈ വിഷയം നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു വിടവ് വളരെ വ്യക്തമായി താങ്കൾക്ക് അറിയാവുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിലൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നല്ല കോണുകളിൽ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതങ്ങനെ പരിഹരിച്ച് പൊക്കോട്ടെ, ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാറിക്കൊണ്ട് അതങ്ങ് തീർന്നോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അവിടെ സമസ്ത പോലെ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വലിയ തോതിലുള്ള നാടിന് വിരുദ്ധമായ നിലപാടെടുക്കാത്ത ഒരു സംഘടന ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഒരു റിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഈ വിഷയത്തെ കത്തിക്കുകയല്ലാതെ ഇത് ഒന്ന് പരിഹരിക്കാനുള്ള ലക്ഷ്യത്തിലേക്കൊന്നും എത്തില്ലല്ലോ. അല്ല, പരിഹരിച്ചു പോകണമെന്ന് സമസ്തയെ സംബന്ധിച്ചിടത്തോളം നമുക്കല്ലേ, കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൃത്യമായി ബോധ്യമുള്ള ഒരു സ്ഥാനമാണ് സമസ്തകളെ മിത്തുലമ. ഒരിക്കൽ പോലും ഇത്തരം തീവ്രവാദ നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കാതെ പരസ്പരം സഹിഷ്ണുതയിലും സാമർത്ഥ്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കേരളത്തിലെ ഇസ്ലാമിന്റെ വരവ് പോലും ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഇതിന് വിഘാതമുണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാസ പോലെ ഞങ്ങൾ മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ ഈ പൈതൃകവും പാരമ്പര്യവും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സ്കൂളുകളിൽ അതാണ് ഇപ്പൊ നമുക്കറിയാം ഈ വിഷയം പള്ളുരുത്ത് സ്കൂളിലെ അടക്കം വിഷയം മുന്നോട്ട് കൊണ്ടുവന്നതും അത് ചർച്ചയാക്കിയതും ഇടപെട്ടതും അവിടെ പ്രശ്നമുണ്ടാക്കിയതും ഒക്കെ SDPI ആണ്. അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാം. ആ വഴിക്ക് അല്ലെങ്കിൽ അവരുടെ കെണിയിൽ നിങ്ങൾ കൂടി വീണു പോകുകയല്ലേ ഇങ്ങനെ ഒരു സർവേയുമായി മറ്റേ മുന്നോട്ട് പോകുമ്പോൾ? അങ്ങനെ നമ്മൾ ഇതാക്കണ്ട, ആരോപണം ഉന്നയിക്കണ്ട. ഇതിന്റെ വസ്തുത എന്താ, ഇതിന്റെ മെറിറ്റ് എന്താ, അത് പരിശോധിക്കൂ. ആ സ്ഥാപനത്തിൽ, അതായത് ഇത് സർക്കാർ അംഗീകാരമുള്ള സ്കൂളാ, ആ സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടിക്ക് തട്ടമിട്ട് വരാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം ഏതാനും വർഷങ്ങളായ സ്കൂളുണ്ട്. സ്കൂളിന്റെ നമ്മുടെ ഹൈക്കോടതി വിധിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ആ സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് മാത്രമേ ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ പറ്റൂ. ആ കുട്ടി മാത്രമല്ല സാർ, അവിടെ 100-ലധികം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത നിർബന്ധം ഈ കുട്ടിക്ക് എന്തിനാന്ന് ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്ത നിർബന്ധമല്ല, അവർക്കൊക്കെ നിർബന്ധമുണ്ട്. അത് സ്കൂളുകളിൽ നിന്ന് കുട്ടി ഇന്നും വേറെ കുട്ടികൾ TC വാങ്ങി പോകുന്നു ഇന്നത്തെ വാർത്തയാണ്. ആ ഒരു സാഹചര്യം അവിടെ വാർത്ത വന്നിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ വർഷങ്ങളായി ആ സ്ഥാപനം നടക്കുന്നിടത്ത് പലപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ട്. അവിടെ കുട്ടികൾ തട്ടിട്ട് വന്നാൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് ആ കുട്ടികളുടെ തട്ടം പിടിച്ചു വെച്ച് അവർ പുറത്തു കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ തന്നെ ഈ വിവാദം ഉണ്ടായത്. എന്താ, അവിടെ ആ കുട്ടി ക്ലാസ് കയറിയതല്ല, അവിടെ ഒരു പൊതുപരിപാടിയിൽ ആ കുട്ടി ക്ലാസ്സിൽ അല്ലാത്തത് കൊണ്ട് തട്ടമിട്ടു എന്നതുകൊണ്ടാണ് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്ത്. നിങ്ങൾക്കറിയാലോ, ആ പ്രിൻസിപ്പലിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾ കണ്ടല്ലോ. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പ്രിൻസിപ്പലിന്റെ ബോഡി ലാംഗ്വേജ്. അല്ല, ആ പ്രിൻസിപ്പലിന്റെ ബോഡി ലാംഗ്വേജ് അവരവരുടെ സ്കൂളിന്റെ നിയമാവലിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായ നിലപാട് പറഞ്ഞു. അങ്ങനെ പഠിക്കാവുന്ന കുട്ടികളെ അവിടെ പഠിപ്പിക്കുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. അല്ലാത്തവർക്ക് മറ്റു സ്കൂളുണ്ടല്ലോ സാർ, അവർക്ക് അങ്ങോട്ട് പോകാം, അവർക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാം. അതെ, ഭരണഘടനാപരമായി അത് തെറ്റാണ്. എങ്ങനെ മനസ്സിലായില്ല? ഞാൻ ചോദിക്കട്ടെ, ശബരിമല സീസൺ വരാൻ പോവാ. ശബരിമല സീസൺ വരുന്ന സമയത്ത് കറുത്ത തുണി ധരിച്ചുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട കുട്ടികൾ വന്നാൽ എന്തായിരിക്കും? അങ്ങനെ വന്നാൽ അപ്പോൾ കുട്ടികളെ മാറ്റണം. കുട്ടികൾ അങ്ങനെ വരുന്നത് നമ്മൾ ഇതുവരെ കേട്ടില്ല, കണ്ടിട്ടില്ല. ഒരു സ്കൂളിലും അങ്ങനെ കണ്ടിട്ടില്ല. സ്കൂളിന് അടിസ്ഥാനപരമായി ഒരു യൂണിഫോം ഉണ്ട്. അത് ധരിച്ചുകൊണ്ട് വരാത്ത കുട്ടികളെ അവിടെ നിന്ന് മാറ്റാനുള്ള എല്ലാ അധികാരവും മാനേജ്മെന്റ് ഉണ്ട് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നേ. അല്ല, നിങ്ങൾ അപ്പോ ആ സ്ഥാപനങ്ങള് അവിടെ പിന്നെ കറുത്ത തുണി എടുത്ത് വരുന്ന എവിടെ താങ്കൾ എവിടെയെങ്കിലും കണ്ടോ അങ്ങനെ കറുത്ത തുണിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കറുത്ത തലപ്പാവ് ധരിച്ചു വരുന്ന ആളെ കണ്ടോ? അല്ല, എല്ലാ സ്കൂളുകളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇല്ല, നമ്മളെങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരിടത്തും ഇതുവരെ പറഞ്ഞു കേട്ടില്ല, പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിൽ. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ധാരാളം മണ്ഡലകാലത്ത് ഹൈന്ദവ സഹോദരങ്ങൾപ്പെട്ട കുട്ടികൾ പിന്നെ കുരിശ് മാല ധരിച്ച് പിന്നെ കറുത്ത തുണി കൊടുത്താണ് സ്കൂളുകൾ വരാറുള്ളത്. അതിനൊക്കെ നമ്മൾ അനുമതി കൊടുക്കുക മാത്രമല്ല, ആവശ്യമായ ഒരു പരസ്പരം ഒരു സ്നേഹപഠനത്തിനും കൂടി അത് അവസരമാണ്. സ്വാമി എന്ന് പറഞ്ഞിട്ട് ആദരിക്കും പരസ്പരം കുട്ടികൾ. ആ ഒരു അന്തരീക്ഷം പോലും ഇവിടെ ഇല്ലാതാവാൻ പോവുക. ഇത് കേവലം മുസ്ലിം ഇഷ്യൂ അല്ല, ഇത് ബോധപൂർവം ക്രിസ്തീയ സമുദായത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, ഞാൻ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തൂല, സമുദായത്തെ ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. എന്റെ നാട്ടിലൊക്കെ ഉള്ള സ്കൂളുകളിൽ ധാരാളം സ്കൂളുകളുണ്ട് ക്രിസ്തീയ മാനേജ്മെന്റ് നടത്തുന്നത്, വളരെ ഭംഗിയായി നടന്നു പോകുന്നത്. ആ സ്കൂളുകളിലൊക്കെ 75-80% മുസ്ലിം കുട്ടികളുള്ള സ്കൂളുകൾ എന്റെ നാട്ടിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താ,
അവിടൊക്കെ ഈ കുട്ടികളെയും കൊണ്ട് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാനുള്ള അവസരം പോലും ക്രിസ്തീയ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒറ്റപ്പെട്ട, അതായത് കാസ ഹൈജാക്ക് ചെയ്ത, കാസയുടെ ഏറ്റവും പ്രമുഖനായ ആളാണ് അവിടുത്തെ പ്രസിഡന്റ് എന്ന് അറിയാൻ കഴിഞ്ഞു, PTA പ്രസിഡന്റ്. ഇത്തരത്തിൽ കാസ പോലെയുള്ള സംഘടനകൾ നമ്മുടെ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. അതിന്റെ അനന്തരഫലം അത് ക്രിസ്തീയ സമുദായത്തോട് നമുക്കൊരു വെറുപ്പില്ല എന്ന് മാത്രമല്ല, പരസ്പരം സഹകരിച്ചു പോകണമെന്നുള്ള നിലപാടുകാർ തന്നെയാണ്. ഇതുപോലെ ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ഈ പരസ്പരം തമ്മിൽ കുട്ടനാടിനെയും മുട്ടനാടിനെയും തമ്മിൽ തല്ലു കുടിച്ചിട്ട് അതിൽ നിന്ന് ചോര കുടിക്കാൻ കാത്തിക്കുന്ന. അല്ല സാർ, അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞ വിഷയത്തിലുള്ള മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെ സർവേ നടത്തിക്കൊണ്ട് ആ കണക്കുകൾ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണോ? അത് കുറച്ചുകൂടി ഈ വിഷയം വഷളാക്കാനല്ലേ ഉപകരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, കണക്ക് അത് സംഘടനാ തലത്തിലൊന്നുമല്ല ആ കണക്കുകൾ ശേഖരിക്കുന്നത്. അത് വ്യത്യസ്തമായ സംഘടനയിൽപ്പെട്ട ആളുകൾ കൂടി ഇതിന്റെ വസ്തുത എന്താണെന്ന് പഠിക്കാൻ വേണ്ടി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കാനായിരിക്കാം. എന്തിനാണെന്നറിയില്ല, എനിക്ക് വ്യക്തമായി അതിന് ഉത്തരം പറയാൻ ഇല്ല. കാരണം സംഘടനാ തലത്തിലല്ല പരിപാടി നടക്കുന്നത്. അത് സ്വാഭാവികമായും അത് അന്വേഷണം നടത്തി പഠിച്ചതിന്റെ റിസൾട്ട് എന്താണ്, നമ്മൾ സർവേ നടത്തുമ്പോഴല്ലേ ഇതിന്റെ വസ്തുത എന്താണെന്ന് അറിയാൻ കഴിയൂ. അത് സർക്കാർ തലത്തിൽ കൊടുക്കണമെങ്കിലും നമുക്ക് അതിന് സർവേ നടക്കണ്ടേ. അത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ആരോ ചെയ്തിട്ടുണ്ടാവുക. ഇത് ഔദ്യോഗിക സംസ്ഥ ചെയ്യുന്ന പരിപാടിയല്ല, സംസ്ഥയുടെ ഉത്തരവാദിത്തത്തിലുള്ളതുമല്ല. യുവജന സംഘടനകൾ അല്ലെ, യുവജന സംഘടനകളെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അതെ, യുവജന സംഘടനകൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവും, പക്ഷെ സംസ്ഥയുടെ ഔദ്യോഗിക തലത്തിലല്ല അത്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ കുഴപ്പമുണ്ടാകരുത് എന്നാ. സമസ്തയുടെ പ്രത്യേകത അതാണ്. നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, സമസ്തയുടെ ചരിത്രത്തിൽ അങ്ങനെ പരസ്പരം വൈരുണ്ടാക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതുപോലെയുള്ള ഭരണഘടനാപര വിരുദ്ധമായ നീക്കങ്ങൾ പ്രത്യേകിച്ച് അവിടെയാണ് എന്റെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത് സാർ. അതായത് SDPI പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചൊരു വിഷയത്തെ സമസ്ത ഏറ്റെടുക്കുമ്പോൾ അത് എന്താണ് അതിന്റെ ഒരു ലക്ഷ്യമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവും സ്വാഭാവികമായും. അല്ലല്ല, ഈ കാര്യത്തിൽ വെറുതെ SDPIനെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനെതിരെ സമുദായത്തിനകത്ത് ആദ്യം ശബ്ദമുടക്കിയത് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം. അതിനോട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഒരിക്കലും ഞങ്ങൾ യാചാകുമില്ല. പക്ഷേ SDPIന്റെ പേര് പറഞ്ഞിട്ട് അതിന്റെ മറവിൽ മുസ്ലിം സമുദായത്തിന്റെ മൗലികമായ അവകാശത്തെ നിഷേധിക്കാൻ വന്നാൽ അതിനെ ഞങ്ങൾ പ്രതികരിക്കേണ്ടി വരും. അത് വളരെ ഒറ്റപ്പെട്ട സെന്റ് തെരേസ പള്ളുരുത്തിയിലത് സ്കൂൾ പോലെയുള്ള സ്കൂളുകളാണ്. അതിനോട് എങ്ങനെ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാ? ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള മൗലികമായ അവകാശം ഇവിടുത്തെ ഭരണഘടന തരുന്നുണ്ട്. അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂൾ പോലെ മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളുകളിൽ ഈ പറഞ്ഞ വിധത്തിൽ ക്രിസ്തീയ കുട്ടികൾ വരുന്ന സമയത്ത് അവരുടെ വേഷം ധരിച്ചോ, അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത തുണി അടിച്ചോ, പൊട്ടു ധരിച്ചോ, അല്ലെങ്കിൽ ഈ രക്ഷാബന്ധൻ കാലഘട്ടത്തിൽ കൈകളിൽ ഈ രക്ഷാബന്ധം വരുന്ന സമയം ഉണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം മാനേജ്മെന്റ് അത് പറ്റില്ല, ആ സ്കൂൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്തായിരിക്കും? ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത്? അത് നമ്മുടെ കേരളത്തെ നശിപ്പിക്കും. ഇതിന് പിന്നിൽ SDPI, ഈ വിഷയത്തിൽ SDPI കുറ്റപ്പെടുത്തേണ്ട, SDPI അല്ല ഈ വിഷയത്തിൽ. ഈ വിഷയത്തിന്റെ മെറിറ്റ് നമ്മൾ പരിശോധിക്കണം. ഈ വിഷയത്തിൽ ആ സ്ഥാപനത്തിലെ അധ്യാപിക, പ്രിൻസിപ്പൽ ഉൾപ്പെടെ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടല്ലോ, അവരുടെ ആ ഒരു ആഹ്ലാദത്തോടുകൂടിയുള്ള അവരുടെ ആ സമീപനം നമ്മൾ കണ്ടല്ലോ. ഒന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ആ ഫോട്ടോ വെച്ചുകൊണ്ട്. കാരണം അത്രയേറെ വൃത്തികെട്ടവത്തിലാണ് ആ പ്രിൻസിപ്പാൾ അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥിയോട് ചെയ്യേണ്ട മാന്യത അവിടെ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ആവർത്തിക്കരുത്. ഞങ്ങളും പറയുന്നത് തന്നെയാണ്. അതായത് ഇവിടുത്തെ ശാന്തി ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. പരസ്പരം സഹകരിച്ച് എല്ലാ വിഭാഗവും ഒന്നിച്ചു പോകണം. അതിന് ഞങ്ങൾ സഹകരിക്കാൻ ഞങ്ങൾ ശരി. നന്ദി ശ്രീ മുസ്തഫ മുണ്ടുപാറ. ഏതായാലും കണക്കുകൾ എടുക്കുകയാണ് സമസ്ത നേരിട്ടല്ല എങ്കിൽ പോലും അവരുടെ പോഷക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അനുമോദ്, ഇത് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് പബ്ലിഷ് ചെയ്യുമെന്ന് ആണല്ലേ? ഈ കണക്കുകൾ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യും. പക്ഷേ അതിന് ശേഷം എന്താണ്, ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഈ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. സത്യത്തില് ഇതൊരു തരത്തില് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ മുസ്ലിം സംഘടനകൾ, സമുദായ സംഘടനകൾ ഒന്നിക്കുന്നു എന്ന ഒരു മെസ്സേജ് നൽകാൻ കൂടിയുള്ള നീക്കമായിട്ടാണ് ഇതിനെ കാണുവാൻ. അതായത് ഒരു വശത്ത് ക്രൈസ്തവ സംഘടനകൾ ഒന്നിച്ചുകൊണ്ട് ഈ ഒരു നീക്കത്തിനെതിരെ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവത്തിൽ അവരുടെ ഭാഗം വിശദമാക്കുമ്പോൾ, മറുവശത്ത് മുസ്ലിം സംഘടനകൾ അവർ ഈ തരത്തിൽ ഹിജാബ് അല്ലെങ്കിൽ മഫ്ത ധരിക്കാൻ സമ്മതിക്കാത്ത സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊരുമിച്ച് ഇക്കാര്യങ്ങൾക്കെതിരെ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളത് അതൊരു മെസ്സേജാണ്. ഇത് ഒരുപക്ഷെ ഇതിപ്പോൾ സത്താർ പന്തലൂർ എന്ന പണ്ഡിതന്റെ FBയിൽ വന്ന ഒരു പോസ്റ്റിന്റെ ഭാഗമുണ്ട്, സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ളതല്ല, അത് വ്യക്തമാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ
ഇതൊരു സന്ദേശം നൽകുന്നതാണ്. നിങ്ങൾ അത്തരത്തിൽ നീക്കം നടത്തുമ്പോൾ ഞങ്ങളും ഇവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കും, ഞങ്ങൾ ഒരുമിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ ഉള്ള പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് സുഗമമായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒരുപക്ഷെ രണ്ട് ഭാഗത്തും ഈ മതം പറഞ്ഞ ആളുകൾ അണിനിരക്കുന്ന സാഹചര്യം വന്നേക്കും. ഇത് വ്യക്തിപരമായിട്ട് അദ്ദേഹം ചെയ്തതാണെങ്കിൽ പോലും ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഒരുപക്ഷെ അത്തരത്തിലാകും. മറുവശത്ത് കൂടുതൽ കടുപ്പിച്ചുള്ള നിയന്ത്രണങ്ങൾ ഒരു സ്കൂളിന് പുറമെ മറ്റു സ്കൂളുകളും കൂടി ഏർപ്പെടുത്തുന്ന സാഹചര്യം വന്നാലോ അത് മറ്റൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നിലവിൽ സമാധാനത്തോടെ പോകേണ്ട ഒരു സാഹചര്യത്തിൽ സമവായത്തിലൂടെ ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം മറുവശത്തെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്ന തരത്തിലേക്കാണ് ഈ നീക്കങ്ങളെ കാണേണ്ടത്. അതായത് SDPI തുടങ്ങി വെച്ച ഒരു വിവാദം അത് ഗത്യന്തരമില്ലാതെ ലീഗ് ഏറ്റെടുക്കുന്നു, ഒടുവിൽ സമസ്തയും ആ വഴിക്ക് വരുന്നു. അവിടെയാണ് അനുമോദ് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളെല്ലാം ഒരു ചേരിയിൽ ഒരുമിക്കുന്നു. മറ്റു പല വിഷയങ്ങളിലും വ്യത്യസ്ത ചേരികളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്ന പല വിധത്തിലുള്ള നിലപാടുകളുള്ള മുസ്ലിം സംഘടനകൾ ഒരു ചേരിയിൽ ഒരുമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നത്. തീർച്ചയായും അതുതന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്നതാണ്. ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ല ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്. ഇസ്ലാമിക സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകളെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരേ തരത്തിലേക്ക് നീങ്ങുന്നു. നേരത്തെ നിശബ്ദമായിരുന്ന മുസ്ലിം ലീഗ് നിശബ്ദമായിരുന്ന സമയത്ത് നിശബ്ദമായിരുന്ന സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കുന്നു, തുറന്നു പറയുന്നു. മുൻപ് അവർ ആദരവോടെ ബഹുമാനത്തോടെ കണ്ടിരുന്ന സിസ്റ്റർമാരുടെ മാറ്റത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള നീക്കമാണ് എന്ന് പറയാൻ കഴിയില്ല. ഔദ്യോഗികമല്ലാത്ത നീക്കമായതുകൊണ്ട് ആരെയും പേരെടുത്ത് ഒരു സംഘടനയെ പേരെടുത്ത് കൂടെ വിമർശിക്കാനും സാധിക്കുകയില്ല. പക്ഷേ മുസ്തഫ മുൻപ് പറയും ഈ വിഷയം ഔദ്യോഗികമാണ് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചപ്പോൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിഷേധിക്കുന്നില്ല. ഔദ്യോഗികമാണ് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ട് എന്നും നിഷേധിക്കാതിരിക്കുന്നതും തന്നെ അതിൻ്റെ സൂചനയാണ്. ഉണ്ടാകാം എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അനുമോദ് തീർച്ചയായും അതെ, അത് തന്നെയാണ്. ഇത് നോക്കൂ രഞ്ജിത്ത്, ഇത് ഒരിക്കലും ഈ ലിസ്റ്റ് എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ട് ഒരുപക്ഷെ ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ വിവരശേഖരണം നടക്കുന്നു എന്ന കാര്യം തന്നെ ഇവിടെ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നു, ഒരുമിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം കാണുവാൻ. അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്തും ഇതേ രീതിയിലുള്ള സംഘടനകൾ പല സംഘടനകളുണ്ട്, പോഷക സംഘടനകൾ ഉണ്ടായിരിക്കുക, ഔദ്യോഗികമായിട്ട് അല്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകൾ, ഇവരൊക്കെ അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ നിലവിൽ തന്നെ ചർച്ച ചെയ്ത് വഷളായ ഈ സാഹചര്യം ഇതിലും മോശമാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. സംഘടനകളെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും സംഘടനകൾക്കൊപ്പം നിൽക്കുന്ന മതപണ്ഡിതരും നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ കുറെ കൂടി സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. വൈകാരികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ ഇതിനെ കാണണം. കാരണം മതം എന്നുള്ളത് വളരെ വൈകാരികമായ ഒന്നാണ്, മത അനുഷ്ഠാനം എന്നുള്ളതും വളരെ വൈകാരികമായിട്ട് തന്നെ കാണുന്നതാണ്. അപ്പോൾ ഇവിടെ ശബരിമല സീസൺ കൂടി കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞു വരുമ്പോൾ ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം നീക്കങ്ങൾ അത് ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ മറ്റ് പല വിഷയങ്ങളിലേക്കും വഴിതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ സംഘടനകളൊന്നും ഔദ്യോഗികമായിട്ട് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. പക്ഷേ സംഘടനകൾക്കൊപ്പം നിൽക്കുന്ന മതപണ്ഡിതർ, നേതാക്കൾ അവർ തന്നെ വേണം ഇക്കാര്യത്തിൽ. ശ്രീ ഫസൽ ഗഫൂർ റമീസ് സദാവ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അനുമോദ് തുടരുക. ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഹിജാബ് വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആ കേസ് കോടതിയിലുണ്ട്. ഇന്നിപ്പോൾ രാവിലെ വന്ന വിവരമനുസരിച്ച് പള്ളുരുത്തി സ്കൂളിലെ കുട്ടിയെ സ്കൂൾ മാറ്റുന്നില്ല, കോടതി തീരുമാനം വരട്ടെ എന്ന് രക്ഷിതാക്കൾ തീരുമാനിച്ച പശ്ചാത്തലമുണ്ട്. അവിടെയാണ് സമസ്ത പോലെയൊരു സംഘടന ഇത്തരം സംഭവങ്ങൾ മറ്റു സ്കൂളുകളിൽ ഉണ്ടാകുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ടൊരു പഠനം അല്ലെങ്കിൽ ഒരു സർവേ നടത്തുന്നത്. ആ ഒരു നീക്കം ഈ വിഷയത്തിന് എന്ത് തരത്തിലുള്ള ഫലം ചെയ്യും സർ? അല്ല, അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഏറ്റവും അധികം സ്കൂളുകളുള്ളതാണല്ലോ MES, മനസ്സിലല്ലേ? അപ്പൊ അങ്ങനത്തെ MESൽ തന്നെ ഹിജാബ് ധരിക്കുന്നവരുണ്ട്, ഹിജാബ് ധരിക്കാത്തവരുണ്ട്, രണ്ടുമുണ്ട്. ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ. അങ്ങനെ ഒരുപാട് മുസ്ലിം സ്കൂളുകളുണ്ട്, അവിടെ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. സമസ്തയുടെ സ്കൂളുകളിൽ വേണമെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ അവർക്ക് നിർബന്ധം പിടിക്കാം. എയ്ഡഡ് ആണെങ്കിൽ സർക്കാരിൻ്റെതാണല്ലോ. അപ്പോ അങ്ങനത്തെ ഒരു കണക്കെടുപ്പിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അത് കണക്കായിട്ട് ഇരിക്കില്ലുണ്ടാവുള്ളൂ. കാരണം അത് എന്താ പറയാ, നിയമപരമായിട്ട് ഒരു പ്രസക്തി ഉണ്ടാവില്ലല്ലോ.
അല്ല, ഇത് താങ്കൾ ഏത് പക്ഷത്താണ്? ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന, ഇപ്പോൾ സമസ്ത തന്നെ ശ്രീ മുസ്തഫ മുണ്ടുപാർ സംസാരിച്ചപ്പോൾ പറഞ്ഞ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഇതിനാണ് ഞാൻ മറുപടി ഞാൻ തീരുമാനിച്ചോളാം. ചോദിക്കാൻ നിങ്ങൾ ആളല്ലല്ലോ. അല്ല, ഞാൻ താങ്കളോട് ചോദിക്കാമല്ലോ, ആളല്ല അല്ലെന്നുള്ളത് വേറെ. ആളാവണ്ട. അല്ല, താങ്കളുടെ നിലപാട് ചോദിക്കാമല്ലോ. എന്റെ നിലപാടൊക്കെ ഞാൻ വെച്ചോളുണ്ട്. അത് നിങ്ങൾക്ക് എന്റെ നിലപാട് പത്രത്തിലും മീഡിയയിലൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം കുറച്ച് പത്രം വായനൊക്കെ വേണം. അല്ല, ഈ ഞാൻ ചോദിച്ചത്, എന്റെ ചോദ്യം ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനമുണ്ട്, അതിൽ ആ കൃഷ്ണൻ മേനോന്റെ എടുത്ത നിലപാടുണ്ട്, അതിനൊപ്പമാണോ എന്നുള്ളതാണ്. അല്ലല്ല, കറക്റ്റ് ഞാൻ പറഞ്ഞത്. ഇതിൽ ആരുടെ നിലപാട് പ്രസക്തമല്ല. കാരണം വെച്ചാൽ ഇത് 2018 കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നു, അത് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം കർണാടകയിൽ പ്രശ്നമുണ്ടായി. അപ്പൊ ഇതിപ്പോ സുപ്രീം കോടതി കിടക്കുന്ന മാറ്റമാണ്. സുപ്രീം കോടതിയിൽ 2 ജഡ്ജിമാർ 2 രീതിയിലാണ് അതിന് ഉത്തരം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഉത്തരം ഇതിന്റെ എല്ലാം നമ്മളെ തമ്മിൽ എന്റെ ഏതാം നിലപാടോ നിങ്ങളുടെ നിലപാടല്ല അവിടെ വരുന്നത്. സുപ്രീം കോടതി എന്ത് പറയുന്നോ എല്ലാവരും അനുസരിക്കേണ്ടി വരും. അപ്പൊ വളരെ വ്യക്തമല്ലേ. അപ്പൊ നമ്മൾ സുപ്രീം കോടതിക്ക് ജഡ്ജ്മെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. അതുവരെ ഇപ്പോഴത്തെ ജഡ്ജ്മെന്റ് നിലനിൽക്കും. ശരി, ഓക്കെ. ആ നിലപാടിലാണ് താങ്കൾ. ശരി. അദ്ദേഹം കട്ട് ചെയ്തു പോയി. ഈ മുസ്ലിം സംഘടനകളിൽ ഇപ്പോൾ അനുമോദ് MES സംസാരിക്കുന്നത് കോടതിക്കൊപ്പമാണ്. അത് സ്വാഗതാർഹമാണ് തീർച്ചയായും. മറ്റ് മുസ്ലിം സംഘടനകൾ എല്ലാം ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ MESന്റെ ഈ വ്യത്യസ്ത നിലപാട് കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അഭിനന്ദിക്കുകയും വേണം ശ്രീ അനുമോദ്. അല്ല രഞ്ജിത്ത്, ഫസൽ ഗഫൂറിന്റെ നിലപാട് അദ്ദേഹം മുമ്പ് തന്നെ വളരെ വ്യക്തമാക്കിയതാണ്. നമ്മളൊക്കെ കർണാടകയിലെ ഹിജാബ് വിഷയം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തേടുമ്പോൾ MESന്റെ സ്ഥാപനങ്ങളിൽ തന്നെ മുഖം പൂർണ്ണമായും മറച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല. കാരണം കുട്ടികൾ ആരാണെന്ന് തിരിച്ചറിയണം, കുട്ടികൾ ആരാണെന്ന് അധ്യാപകരും അതേപോലെ തന്നെ മറ്റ് ജീവനക്കാരൊക്കെ അറിയേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. കണ്ണുകൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള ഇത് ധരിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. മുഖം മഫ്ത ധരിക്കാനുള്ള കാര്യം മുഖം കാണണം എന്നുള്ളതാണ് MESന്റെ നിലപാടെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അറിവ്. കാരണം അദ്ദേഹവുമായി മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അതാണ്, കുട്ടികളെ തിരിച്ചറിയണം. കുട്ടികളെ തിരിച്ചറിയാതിരിക്കാൻ ഒരിക്കലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാടില്ല. അധ്യാപകർക്ക് ആരെയാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന വസ്ത്രം ധരിക്കരുത് എന്നതാണ്. അത് 2 തരത്തിലാണ്. പൂർണ്ണമായിട്ട് മറയ്ക്കുന്നതല്ല. ഹിജാബ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തലയുടെ ഒരു ഭാഗം മാത്രം മറയ്ക്കുന്നതാണ്, മഫ്ത പോലെ. അത് മുഖം മറയ്ക്കുന്നതല്ല. അത് രണ്ട് തന്നെയാണ്. അപ്പോൾ MESന്റെ നിലപാട് മുഖം കാണണം എന്നുള്ളത് തന്നെയാണ്. അത്രയും ചുരുക്കത്തിലാണ് നമുക്കത് പറയാൻ കഴിയുക. എന്തിനാണെങ്കിലും ഇതിൽ MESന്റെ നിലപാട് സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വീകരിക്കും. കാരണം കുട്ടികൾ ആരാണെന്ന് അറിയാതെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു പൊതു മാനദണ്ഡം തന്നെയാണ്. പക്ഷെ അതിൽ ചില ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്നതാണ്. അവിടെയൊക്കെ കുട്ടികൾ കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടാണ്, കണ്ണ് മാത്രമേ അവരെ പുറത്ത് കാണുള്ളൂ, ബാക്കി എല്ലാം മറച്ചുകൊണ്ടായിരിക്കും. അതൊക്കെ അവരുടേതായ സ്വാതന്ത്ര്യമാണ്. അത് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനത്തിന് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ ഒരു പൊതുവിദ്യാലയത്തിൽ, ഒരു പൊതു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് നടക്കില്ല എന്നുള്ളത് ഓരോ നേരത്തെ തന്നെ കോടതിയൊക്കെ തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ MESന്റെ നിലപാടിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞതിന് ഒപ്പം തന്നെയാണുള്ളത്. ഇവിടെ ഈ MES അടക്കമുള്ളവർ ഇത്തരത്തിൽ ഒരു സ്ഥാപനങ്ങളുടെ കണക്കെടുത്ത് 2 ധ്രുവത്തിലായി, 2 സമുദായങ്ങളെ 2 ധ്രുവത്തിലാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളോട് യോജിക്കുന്നില്ല എന്ന് തന്നെ വേണം കണക്കാക്കുവാൻ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് സമസ്ത നേരിട്ടല്ലെങ്കിലും സമസ്തയുടെ പോഷക സംഘടനാ നേതാക്കളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരിക്കലും ഒരു സംഘടന ഭാഗമായിട്ട് അത്തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്ന് പറയാനാകില്ല. എങ്കിൽ പോലും ഈ നീക്കം സ്വാഭാവികമായിട്ടും മറുവശത്തും ചലനങ്ങൾ ഉണ്ടാക്കും. ഏത് ഘട്ടത്തിലാണോ ഈ ചർച്ചകളൊക്കെ ചെന്ന് നിൽക്കുന്നത്, അവിടെ ആ വിഷയം കുറെ കൂടി വഷളാകുന്ന, കുറെ കൂടി മോശമാകുന്ന സാഹചര്യം ഇത് തീർക്കുമെന്ന കാര്യത്തിൽ സംശയം. അനുമോദ്, സത്താർ പന്തല്ലൂർ കൂടി ടെലിഫോണിലായിട്ടുണ്ട്. സത്താർ പന്തല്ലൂർ, ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ സമസ്ത നേരിട്ടല്ല എങ്കിൽ പോലും സമസ്തയുടെ പോഷക സംഘടനകൾ വഴി ഇങ്ങനെയൊരു കണക്കെടുപ്പ് നടത്തുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു നിഷേധിക്കാത്ത സമീപനം ശ്രീ മുസ്തഫ മുണ്ടുപാറ സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയത്തെ വഷളാക്കാനാണോ ഉപകരിക്കുക, അതോ പരിഹരിക്കാനാണോ? വഷളാക്കേണ്ട വിഷയമല്ലല്ലോ. നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കണക്കെടുപ്പാണ്. അത് കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായി. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതിന്റെ മറ്റു ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ എന്താണ് ഈ വിഷയത്തിൽ ഒരു ഗുണം ചെയ്യുക എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, ഇത് പലപ്പോഴും നമ്മുടെ നാട്ടില് അസ്വാരസ്യം ഉണ്ടാക്കുന്ന, പരസ്പരം ഉള്ള സൗഹാർദ്ദം തകർക്കുന്ന, മറ്റു പല
വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. പലപ്പോഴും ഇത്തരം സംഗതികൾ ഉയർന്നു വരാറുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം. അപ്പൊ അത് ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സമവായമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുമായി നേരിട്ട് സംസാരിക്കും സമസ്ത, അത് മുൻകൈ എടുക്കുമെന്നാണ് അല്ലെ? അല്ല, സമസ്ത എന്നുള്ള ആൾക്കല്ല. ഞാൻ ഇങ്ങനെ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ വ്യക്തിപരമായി ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു. അവര് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഒരിക്കലും ജോസഫ് ടെലിഫോൺ ലൈനുണ്ട്, കത്തോലിക്ക കോൺഗ്രസ്. ശ്രീ പി ജോസഫ്, സത്താർ പന്തല്ലൂർ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ സംസ്ഥയുടെ എല്ലാ വ്യക്തിപരമായ വിവരശേഖരണമാണ് എങ്കിൽ പോലും ഈ ഹിജാബ് ധരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ വിവരശേഖരണം അത് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ പ്രശ്നം അങ്ങനെയുള്ള സ്കൂളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് സ്വാഗതാർഹമല്ലേ? തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടെ കാണേണ്ടത്, ഇവർ ചിന്തിക്കേണ്ടതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളുടെ മാർപ്പാപ്പ പോലും റോമിൽ പോലും അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം അവിടെ വരുന്ന മുസ്ലിം സഹോദരങ്ങൾ കൊടുക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഇതിനൊക്കെ ഒരു വലിയ വൈഡ് വിഷയമാക്കി മാറ്റുന്നതല്ലേ. അവിടെ ആ സ്കൂളിലെ യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ അവിടെ 500 അവിടെ പഠിക്കുന്നതിൻ്റെ അകത്ത് 60ഓളം കുട്ടികൾ മുസ്ലിം വിദ്യാർത്ഥികളാണ്. അവർ ഹിജാബ് ധരിച്ചു വരുന്നു. ഈ പർട്ടിക്കുലർ കുട്ടി ജൂൺ മാസത്തിൽ അവർ അഡ്മിഷൻ എടുത്ത് കയറുന്നു. ഒക്ടോബർ വരെ ഒരു കുഴപ്പവുമില്ല. ഒക്ടോബർ 16-ാം തീയതി ആയപ്പോഴത്തേക്കും അത് വയ്യ യൂണിഫോമിലേക്ക് മാറും. ഒക്ടോബർ ആ ഒരു ഡേറ്റ് ഞാൻ ഡേറ്റ് വിട്ടുപോയി. ആ ഡേറ്റിലേക്ക് പുതിയ ഒരു വേഷവിധാനമായിട്ട് വരുന്നു. അങ്ങനെ മനഃപൂർവ്വമായ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു. അത് കഴിയുമ്പോൾ തന്നെ SDPക്കാർ അവിടെ വരുന്നു. നമ്മളതിനെ അങ്ങനെ കാണാം. ഇതൊരു വലിയ വിഷയമാക്കാനോ ഈ രാജ്യത്തെ വിഷയമോ ഒന്നുമല്ല. ഇതൊരു സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിൽ സംഘർഷം ലഘൂകരിച്ച് മനുഷ്യനായി കണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെ അവർ പഠിക്കുന്ന അവർക്ക് ഇവിടുത്തെ മതേതരത്വ മൂല്യങ്ങളും ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളും മനുഷ്യ സ്നേഹവും പഠിപ്പിക്കേണ്ട. അതാണ് കന്യാസ്ത്രീയോട് പറഞ്ഞത്. അതുപോലെ നിങ്ങൾ ഇവിടെ യൂണിഫോം ഒറ്റ വേഷം ഇട്ടുകൊണ്ട് വാ, നിങ്ങൾ ഏത് വേഷവിധാനം ധരിക്കുന്നു ഇവിടെ എതിരല്ല. ആ യാഥാർത്ഥ്യത്തെ അതിൽ നിന്ന് കാണാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വേറെ രീതിയിൽ കാണുന്നതാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ. അല്ലെ, ഇവിടെ ഇപ്പം ഹിജാബ് ധരിക്കുന്ന സ്കൂളുകൾ ധരിക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ഇതൊന്നും ഇവിടെ വിഷയങ്ങളല്ലല്ലോ. ഇവിടുത്തെ വിഷയം തന്നെ അവിടെ ഒരു പർട്ടിക്കുലർ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ധരിച്ചുകൊണ്ട് നിങ്ങൾ ആ സ്കൂളിലേക്ക് കടന്നു വരുമെന്നല്ലേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ പഠിക്കുന്ന മുസ്ലിം കുട്ടികളിൽ 60 പേർക്ക് ഒരു വിഷയമില്ല. ഇവർക്കും കഴിഞ്ഞ ഈ കാലഘട്ടം വരെ ഒരു വിഷയമില്ല. പെട്ടെന്ന് 5ാമത്തെ സ്കൂളാ കൊച്ചിന്റെ ഭയങ്കര വേദനാജനകമായ കാര്യം. അതായത് ഇത്തരം ഈ വിഷയത്തെ ആ തരത്തിൽ വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന അതിനെ ഒരു രണ്ട് സമുദായങ്ങൾക്കിടയിൽ വല്ലാത്തൊരു വിടവുണ്ടാക്കുന്ന തരത്തിൽ ചിത്രീകരിച്ച അതിന് മുൻകൈ എടുത്ത ആളുകളെ ഒറ്റപ്പെടുത്തണം, മുതലെടുപ്പുകാരെ ഒറ്റപ്പെടുത്തണം. അതിനുള്ള ശ്രമങ്ങൾ ഈ പറഞ്ഞതുപോലെ സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സമവായത്തുള്ള ശ്രമമാണെങ്കിൽ, പരസ്പരം ഒരു ടേബിളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്, സ്വാഭാവികം. അവിടെ പരിഹരിക്കപ്പെട്ട വിഷയമാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് കുത്തിപ്പൊക്കി ഈ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വരുന്നതാണ്. ഇലക്ഷൻ കാലം ആയപ്പോഴത്തേക്കിന് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊരു സമൂഹത്തിൽ പിടിച്ചു നിർത്തണമെന്ന് ഇപ്പം നമ്മൾ അതായത് പ്രത്യേക അജണ്ടയുള്ള രാഷ്ട്രീയ കക്ഷികളെക്കാട്ടിലും സംഘടനയെക്കാട്ടിലും അജണ്ടയുമായിട്ടാണ് വിദ്യാഭ്യാസവും മുമ്പോട്ട് പോകാന്ന് പറഞ്ഞ് എന്തൊരു വേദനാജനകമായ കാര്യമാണത്. ഇത് കാലഘട്ടങ്ങളായിട്ട് ഇവിടെ ക്രൈസ്തവ സമുദായമല്ലേ സ്കൂളുകളെല്ലാം എല്ലായിടത്തും തുടങ്ങിയത്. ഇവിടെ കാര്യങ്ങളൊക്കെ അല്ലാതെ അതിലൊന്നും തെറ്റുകളൊന്നും ആർക്കും പറയാനില്ലല്ലോ. അവരും അതിൻ്റെ അകത്ത് വേറൊന്നും പറഞ്ഞില്ല. കുട്ടി നിങ്ങളുടെ ഈ സ്കൂളിൽ യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം ധരിച്ചുകൊണ്ട് വരൂ. ആ ബാക്കിയുള്ള 50 മുസ്ലിം കുട്ടികൾക്കും വിരോധം കുഴപ്പമില്ലല്ലോ. ഈ കുട്ടിക്കും ഒക്ടോബർ മാസം വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, അഡ്മിഷൻ എടുത്ത സമയത്ത് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അതിനുശേഷം ആ പ്രശ്നങ്ങൾ അവിടെ രമ്യമായി പരിഹരിക്കപ്പെട്ടു. അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ പ്രസ്താവനകളും മറ്റേതും കാര്യങ്ങളൊക്കെ ആക്കി ഇതിനെ വഷളാക്കുക, അതിനെ ഒരു സമുദായത്തെ കൊണ്ട് ഏറ്റുപിടിപ്പിക്കുക, ആ രീതിയിലേക്ക് എത്തിയത്. തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക വിഷയം. അതിനുവേണ്ടി നമ്മളതൊരു സമൂഹത്തിലെ മൊത്തം ഒരു വലിയ സ്പർദ്ധയുടെ വിഷയമാക്കി
അത് മാറ്റുന്നത് വളരെ വേദനാജനകമാണ് എന്നാണ് ഈ നമുക്കിപ്പോൾ ആൾക്കാർക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ പി ജോസഫ്. ശ്രീ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. നമ്മൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ സ്വാഭാവിക മുസ്തഫ മുണ്ടുപാറ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. സത്താർ പന്തല്ലൂരും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഈ വിഷയം സമൂഹത്തിലൊരു വിടവുണ്ടാക്കുന്ന തരത്തിലേക്ക് വളർത്തരുത്, ആ വിഷയം പരിഹരിക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ കലുഷിതമായ ഒരു സമൂഹം കൂടിയാണ് ഇപ്പോൾ കേരളീയ സമൂഹം എന്നതുകൂടി ഓർക്കണം. അവിടെ നമ്മൾ നേരത്തെ ഈ വിഷയത്തിൽ പല വിഷയങ്ങളിലും പരിഹരിച്ചതുപോലെ ഇതിലും ഒരു പരിഹാരമുണ്ടാകേണ്ട സാഹചര്യം കൂടി ഒരുങ്ങി വരണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ഇടപെടലുകൾ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളുടെയും മുഖ്യധാര സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം.